ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല എങ്കിലും മറ്റുള്ളവരുടെ സംസാരം കേൾക്കുമ്പോൾ മറ്റു പലതും കാണുമ്പോൾ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് വിഷമം കടന്നു വരുവാൻ സാധ്യതയുണ്ട്. വർഷങ്ങളുടെ കഠിനാധ്വാനത്തിന് ശേഷം ഇന്നും നിനക്ക് എവിടെയും എത്താൻ പറ്റിയില്ലല്ലോ എന്ന് ചുറ്റുമുള്ള നമ്മുടെ തന്നെ വേണ്ടപ്പെട്ടവരുടെ വാക്കുകളായി നാം കേൾക്കേണ്ടി വരുമ്പോൾ പെട്ടെന്ന് വിഷമം കടന്നു വരാം. നമ്മുടെ മനസ്സ് ഇടിയുവാൻ സാധ്യതയുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ മറ്റുള്ളവർ തങ്ങളുടെ ജീവിത വിജയങ്ങൾ പങ്കുവെക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന നിരാശ ഒരുപക്ഷെ കടന്നു വന്നിരിക്കാം. നാളെ എന്തായി തീരുമെന്നുള്ള നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ ഹൃദയം വിഷമിക്കുവാൻ ഒരുപക്ഷെ കാരണമായി എന്ന് വരാം. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവവേദലേ, ഈ സാഹചര്യങ്ങളിലെല്ലാം നിങ്ങളെ സഹായിക്കുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളുകയല്ല, നീ ഒന്നിനും കൊള്ളാത്തവനാണ്, ഒന്നിനും കൊള്ളാത്തവളാണ് എന്ന് ശത്രുവായവൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നീ എനിക്ക് ഏറ്റവും വിലയേറിയതും വിലയുള്ളവനുമാണ്, അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് കാൽവരി ക്രൂശിൽ അവസാന തുള്ളി ചോരയും നമുക്കായി ചിന്തി എന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇത്രയൊക്കെ ചെയ്തിട്ടും നിനക്ക് ഒരു ഗതിയും വന്നില്ലല്ലോ എന്ന കുത്തുവാക്കുകൾ കേൾക്കുമ്പോൾ നിരാശയല്ല കടന്നു വരേണ്ടത്, മറിച്ച് എന്റെ ദൈവത്തിന്റെ അനുഗ്രഹം ഞാൻ അനുഭവിക്കും, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പദ്ധതികൾ ഞാൻ കാണുമെന്ന് നാം പറയുവാൻ തുടങ്ങണം. ദൈവത്തോട് പറ്റിയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്നത് ദൈവത്തിലെ ദേശം കാണത്തക്ക വിധത്തിലായിരിക്കും. നിങ്ങളായിരിക്കുന്ന ദേശത്ത് നിങ്ങളെ ഒരു അനുഗ്രഹമാക്കുവാനാണ് ദൈവിക പദ്ധതി എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ദൈവം പ്രവർത്തിക്കുവാൻ തുടങ്ങിയാൽ ആർക്കും തടുക്കുവാൻ കഴിയുകയില്ല. ശത്രുവായവൻ എത്ര വലിയ പദ്ധതികൾ ഒരുക്കിയാലും ഈ ദൈവത്തിന്റെ പ്രവൃത്തി തടുക്കുവാൻ കഴിയുകയില്ല. സാഹചര്യങ്ങളല്ല ദൈവപ്രവൃത്തി തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുമ്പിലുള്ള സാഹചര്യങ്ങളെ കണ്ട് ഇനി ഒന്നും നടക്കുകയില്ല എന്ന് നിങ്ങൾ പറയുവാൻ വരട്ടെ. സാഹചര്യങ്ങളെ അനുകൂലമാക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തോട് പറ്റിയിരിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായും ദൈവത്തിന്റെ പ്രവൃത്തി ദേശം കാണത്തക്ക വിധത്തിൽ നിങ്ങളിലൂടെ വെളിപ്പെടുക തന്നെ ചെയ്യും. നിങ്ങളെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ പറയുന്നവരാരുമല്ല നിങ്ങൾക്ക് വേണ്ടി വില കൊടുത്തത്. അവർ മനുഷ്യരായതുകൊണ്ടും മാനുഷിക സ്വഭാവം അവരിൽ ഉള്ളതുകൊണ്ടും അവർ പറയുന്ന വാക്കുകൾക്ക് വില കൊടുക്കാതെ ദൈവം നിങ്ങളോട് പറയുന്ന ദൈവിക വാഗ്ദത്തങ്ങൾക്ക് വില കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ, അത് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാം, ദൈവിക വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണം പ്രിയ ദൈവത്തിലെ നിങ്ങളുടെ ജീവിത മേഖലകളിൽ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് നിരാശപ്പെട്ട് നിങ്ങളിലേക്ക് തന്നെ നിങ്ങൾ ഒതുങ്ങിപ്പോകാതെ ദൈവമുഖത്തേക്ക് നോക്കി എന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, ഞാൻ ഈ ദൈവത്തിന്റെ പ്രവൃത്തി കാണും എന്ന് പറയുവാൻ തുടങ്ങണം. നിങ്ങളുടെ ചുറ്റുമുള്ള വിഷയങ്ങളെ കണ്ട് നിങ്ങൾ നിരാശപ്പെടാതെ പിറുപിറുക്കാതെ ഏത് സാഹചര്യങ്ങളുടെ നടുവിലും വളർത്തുവാൻ കഴിയുന്ന, ശക്തീകരിക്കുവാൻ കഴിയുന്ന ദൈവിക പദ്ധതികളിലേക്ക് ഒന്ന് മാറ്റപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. പ്രിയ ദൈവത്തിലെ യോസഫ് കടന്നുപോയ സാഹചര്യങ്ങളിൽ പിറുപിറുത്ത് നിരാശപ്പെട്ട് തന്നെ ഉപദ്രവിച്ച സഹോദരന്മാർക്കെതിരെ പകവീട്ടുവാനായ സാഹചര്യം കാത്തിരുന്നു എങ്കിൽ ഒരുപക്ഷെ യോസഫിന് ദൈവിക പദ്ധതികളിലേക്ക് നടന്നു കയറുവാൻ കഴിയുമായിരുന്നില്ല. ദൈവിക പദ്ധതികളിലേക്ക് നാം നടന്നു കയറുമ്പോൾ ഇടത്തും വലത്തും നിന്ന് മുറിപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞ് മനസ്സിനെ തകർക്കാൻ നോക്കുന്ന ഒരു വ്യക്തിയുടെ വാക്കുകൾക്കും നിങ്ങൾ ചെവി കൊടുക്കരുത്. അതിന് പ്രതികരിക്കാനും പോകണ്ട. ശത്രുവിന്റെ ഏജന്റുമാരോട് മറുപടി പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല. ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ദൈവഹിതപ്രകാരം ചുവടുകൾ വെക്കുവാൻ നാം തയ്യാറാകുമ്പോൾ ദൈവിക പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ നിറപടിയായി നിവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ചുറ്റുമുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ കുറവിലേക്ക് നിങ്ങളെ നോക്കുവാൻ പ്രേരിപ്പിക്കുമ്പോൾ, നിങ്ങളുടെ കയ്യിലില്ലാത്തതിനെ ഓർത്ത് വിഷമിക്കുവാൻ നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ, നാം എല്ലാ സാഹചര്യത്തിലും നമ്മെ ഉരുവാക്കിയ ദൈവത്തിന്റെ മുഖത്തേക്കാണ് നോക്കേണ്ടത് എന്ന് ദൈവജനം നമ്മെ പഠിപ്പിക്കുകയാണ്. 123 സങ്കീർത്തനം 1 വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും: സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ, നിങ്കിലേക്ക് ഞാൻ എന്റെ കണ്ണ് ഉയർത്തുന്നു. പ്രിയ ദൈവത്തിലെ സങ്കീർത്തനക്കാരൻ കടന്നുപോകുന്ന സങ്കടകരമായ സാഹചര്യങ്ങളിൽ വിളിച്ചു പറയുന്ന ഭാഗമായി ഇത്: എന്റെ കണ്ണ് ഞാൻ ദൈവത്തിലേക്ക് ഉയർത്തുന്നു. ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ നിങ്ങളുടെ സാഹചര്യങ്ങളെ നോക്കാതെ അതിന്റെ അപ്പുറത്ത് പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കുവാൻ തയ്യാറാണെങ്കിൽ എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു എന്ന് പറയത്തക്ക വിധത്തിൽ ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുകയാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 12 അധ്യായം 2 വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും: വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിങ്ങളെ കണ്ട ഒരു ദൈവമുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നത് ഇന്ന് നിങ്ങളുടെ മുമ്പാകെയുള്ള സാഹചര്യങ്ങളല്ല നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത്. നിങ്ങളായിരിക്കുന്ന ദേശത്തെ ദൈവിക പദ്ധതി വെളിപ്പെടുത്തുവാൻ ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഒരു ദൈവദാസനോ ഒരു ദൈവദാസിക്കോ ഒരു പ്രവാചകനോ ഒരു പ്രവാചികയ്ക്കോ മാത്രം ലഭിക്കുന്ന ഒന്നല്ല ദൈവിക വാഗ്ദത്തങ്ങൾ എന്നത്. ജീവിക്കുന്ന യേശുവിൽ ആശ്രയിക്കുന്ന, അവനിൽ വിശ്വസിക്കുന്ന ഏവനും
പ്രാപിക്കത്തക്ക വിധത്തിലാണ് ദൈവിക പദ്ധതികൾ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും നമ്മുടെ അവിശ്വാസവും നമ്മുടെ വാക്കുകളും തന്നെയാണ് നമ്മെ ദൈവിക പദ്ധതികളിൽ നിന്ന് അകറ്റുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. നമ്മുടെ വാക്കുകൾക്ക് വളരെ ശക്തിയുണ്ട്. ഇന്ന് നിങ്ങളായിരിക്കുന്ന സാഹചര്യം ഒരുപക്ഷെ കുറെ നാളുകൾക്ക് മുമ്പേ നിങ്ങൾ പറഞ്ഞതിന്റെ പരിണിത ഫലമായിരിക്കാം. അങ്ങനെയെങ്കിൽ ഇന്നു മുതൽ നിങ്ങളുടെ നാവിലൂടെ നിങ്ങൾ നല്ലത് പറയുവാൻ തുടങ്ങുന്നെങ്കിൽ, ദൈവിക വാഗ്ദത്തങ്ങൾ പറയുവാൻ തുടങ്ങുന്നെങ്കിൽ, മറ്റുള്ളവരെ കാണിക്കുവാനുള്ള കപടമായ പ്രവൃത്തികളും മറ്റുള്ളവരെ കേൾപ്പിക്കാനുള്ള വാക്കുകളും ഒഴിവാക്കി ദൈവം പറഞ്ഞ ദൈവിക വാഗ്ദത്തങ്ങൾ നമ്മുടെ വായിലൂടെ നാം പറയുവാൻ തുടങ്ങുമ്പോൾ ജീവിപ്പിക്കുന്ന ദൈവവചനത്തിന്റെ ജീവൻ നമ്മുടെ ജീവിതയാത്രയിൽ വ്യാപരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഈ ദൈവത്തോട് അടുത്ത് നിൽക്കുമ്പോൾ, ഈ ദൈവത്തോട് പറ്റി നിൽക്കുമ്പോൾ, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ തയ്യാറാകുമ്പോൾ, ഞാനുണ്ട് നിന്റെ കൂടെ എന്ന ദൈവശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയും. ആ ദൈവിക കരുതൽ നമ്മുടെ ജീവിത യാത്രയിൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. ജീവിതയാത്രയിൽ പ്രശ്നവും പ്രയാസവും കടന്നു വരുമ്പോൾ, എല്ലാവരാലും മാറ്റി നിർത്തപ്പെടേണ്ടി വരുമ്പോൾ കണ്ണ് കലങ്ങല്ല, ഹൃദയം വേദനിക്കല്ല. കാരണം ഇവരൊന്നും അല്ല നിങ്ങളുടെ നാളെയെ തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി വില കൊടുത്ത ഒരുവനുണ്ട്. എന്നെ സഹായിക്കുമെന്ന് നാം വിചാരിച്ച പലരും നാം കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ നമ്മെ സഹായിക്കാതെ കണ്ടില്ല എന്ന് നടിക്കുമ്പോൾ ഹൃദയം വേദനിക്കില്ല. യേശു എന്റെ കൂടെയുണ്ടെന്ന് പറയാൻ തുടങ്ങണം. ഈ യേശുവിന്റെ കരുതൽ ഞാൻ എന്റെ ജീവിതത്തിൽ, എന്റെ തലമുറകളിൽ ഞാൻ കാണുമെന്ന് പറയുവാൻ തുടങ്ങണം. നിങ്ങൾ വിശ്വസിക്കുന്നോ? ഇന്ന് നിങ്ങളുടെ ചുറ്റുമുള്ള വിഷമ പ്രയാസ സാഹചര്യങ്ങളെ നോക്കാതെ സകലത്തിന്റെ മേലും പ്രവർത്തിക്കുവാൻ കഴിയുന്ന ദൈവത്തിങ്കിലേക്ക് കണ്ണുയർത്തുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, പ്രിയ ദൈവത്തിലെ, ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം നിങ്ങൾ കാണുവാൻ തുടങ്ങും. ഈ ചെറു സന്ദേശം ദൈവം നിങ്ങളോട് സംസാരിക്കുന്നതായി നിങ്ങൾ തിരിച്ചറിയുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവത്തിന് മുമ്പാകെ ഒന്ന് ഏൽപ്പിച്ച് കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ അങ്ങയുടെ തൃക്കരങ്ങൾ തരിക. എല്ലാ സാഹചര്യങ്ങളിലും കൂടെ ഉണ്ടാകുന്ന ദൈവ സാന്നിധ്യം ഈ ദിവസങ്ങളിൽ ജനം തിരിച്ചറിയട്ടെ. ആയിരിക്കുന്ന ദേശത്ത് ദൈവിക നന്മ ഈ ജനം പ്രാപിക്കട്ടെ. നിന്ദിക്കുന്നവരുടെ മധ്യയെ തന്നെ മാനിക്കുന്ന ദൈവമുണ്ട് എന്ന് ദേശം തിരിച്ചറിയട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാകട്ടെ. സകലമാന മഹത്വം അങ്ങേക്ക്, സകലവും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയ ദൈവത്തിലെ, നിങ്ങളെ സ്നേഹിക്കുന്ന യേശു നിങ്ങളോട് കൂടെയുണ്ട് കേട്ടോ. ധൈര്യമായിരിക്കണം. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.